الحمد لله الذي زكى النفوس وطهرها بالفرائض والواجبات وحفظها من الخبث والخبائث وترك السيئات وبتحريم المحرمات. نحمده ونشكره على نعمته التي لا يحصيها إلا هو، وأشهد أن لا إله إلا الله وحده لا شريك له رب الأرض والسماوات، وأشهد أن محمدا عبده ورسوله الذي وفى كل مقام حقه من العبادات، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ആദരണീയരായ സത്യവിശ്വാസികളെ, നമുക്കെല്ലാം ജീവിതവും മരണവും സമ്മാനിക്കുന്ന, ഓരോ ജീവികൾക്കും ആവശ്യമായ റിസ്ക് നൽകുന്ന, വിശാലമായ സ്വർഗം അനുഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവൻ നൽകുന്ന എല്ലാ അവസരങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ദീനിനെ മുറുകെ പിടിക്കുന്നവരായി മാറി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ അകത്ത് വന്നിരിക്കുന്ന ആളുകൾ സഫുകളൊന്ന് പൂർത്തീകരിച്ചാൽ ഇനിയും ആളുകൾക്കകത്തേക്ക് വന്നിരിക്കാൻ കഴിയും. പല ഒഴിവുകൾ കാണുന്നിടത്തേക്ക് നികത്തി മുഴുവനാക്കി മുൻപിലെ സഫുകളൊന്ന് പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളരെ മഹത്തരമേറിയ ഹജ്ജിൻ്റെ സുദിനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ കർമ്മങ്ങൾ അവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തു നിന്ന് പോയ പ്രിയപ്പെട്ടവരായ ഹാജിമാരുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊണ്ട് അവർക്ക് സന്തോഷത്തോടെ നാട്ടിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകൾക്കും അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് ശരിയാകാൻ ചില നിബന്ധനകളുണ്ട്. അതിന് കൃത്യമായ സമയമുണ്ട്, സ്ഥലമുണ്ട്, അദബുകളുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഒരു നമസ്കാരത്തിനുള്ളതുപോലെ, ഒരു വുദൂഇനുള്ളതുപോലെ ഒരാളുടെ ഹജ്ജിനും ഒരുപാട് ചട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ലോകത്ത് നാം ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറെ ത്യാഗം നിറഞ്ഞ, പ്രത്യേകിച്ചും പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ദുർഘടമായ ജീവിത അനുഭവങ്ങൾ ഒരുപക്ഷെ സാധ്യമാകുന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങളെ പൂർത്തിയാക്കുക എന്നത് വലിയ കഷ്ടപ്പാടും കഠിനാധ്വാനവുമാണ്. എത്ര വലിയ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അവിടെ ഉണ്ടെന്ന് നാം പറഞ്ഞാലും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അത് പൂർത്തിയാക്കുന്നവർക്ക്
അനുഗ്രഹീതമായ സ്വർഗത്തിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ ഹജ്ജിന്റെ ആയത്തുകൾ പഠിക്കുന്ന ആ ഭാഗത്ത് വായിക്കാൻ സാധിക്കും. വബശ്ശിരിൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. സ്വർഗത്തെക്കുറിച്ചാണ് താക്കീത്, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചാണ് അറിയിപ്പ്. മുഹ്സിനീങ്ങൾക്കാണ് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ. ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ ഇടയിൽ കാണാൻ സാധിക്കും വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുല്ലാഹ്, നിങ്ങൾ എന്ത് ഖൈർ പ്രവർത്തിക്കുമ്പോഴും എന്ത് നന്മ പ്രവർത്തിക്കുമ്പോഴും അതെല്ലാം അല്ലാഹ് അറിയുന്നുണ്ട്. അതിനെല്ലാം ഉള്ളത് തരും, അതിനെല്ലാം ഉള്ളത് ലഭിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ചോദിക്കാൻ ഒരാളുണ്ടല്ലോ. നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ജിഹാദിന് എത്ര വലിയ സ്ഥാനമുണ്ട്, ജിഹാദിന് എത്ര വലിയ പ്രതിഫലമുണ്ട്. അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാകിന്ന അഫ്ളൽ ജിഹാദി വ അജ്മല ഹജ്ജുൻ മബ്റൂർ. ഒരു യുദ്ധത്തിന് പുറപ്പെട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളെ പോലെ യുദ്ധത്തിന് പുറപ്പെടുന്ന ആ മനുഷ്യൻ ഒരുപാട് ദുർഘടമായ അവസ്ഥകളെ ശത്രുവിനോട് പോരടിച്ച് അവിടെ ഉണ്ടാകുന്ന കർമ്മങ്ങൾ പങ്കെടുക്കൽ വലിയ ജിഹാദ് തന്നെയാണ്. എന്നാൽ അഫ്ളൽ ജിഹാദി വ അജ്മല, ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഒന്ന് പറയട്ടെ, ഹജ്ജുൻ മബ്റൂർ. പുണ്യകരമായ ഹജ്ജ് ഏറ്റവും വലിയ ജിഹാദാണ്. അത് പ്രായമാകുമ്പോൾ വയസ്സാം കാലത്ത് മക്കളും കുടുംബങ്ങളും എല്ലാവരും കൂടി അപേക്ഷ കൊടുത്ത് ഉന്തിത്തള്ളി പറഞ്ഞയക്കേണ്ട ഒന്നല്ല. കഴിയാവുന്ന മാക്സിമം ആരോഗ്യമുള്ള നല്ല സമയത്തത് പൂർത്തിയാക്കാൻ യോഗ്യതയുള്ളവരെല്ലാം അതിന് ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു എത്ര മഹത്വവൽക്കരിച്ചാണ് പഠിപ്പിച്ചു തരുന്നത് ഹാജിമാരെ കുറിച്ച്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു അഫ്ദുല്ലാഹ്. വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഹാജിമാര്, ഉംറക്കാര്, വഫ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ സംഘമാണ്, അള്ളാന്റെ സംഘമാണ്. ഇന്ദഅഊഹു, അവര് പ്രാർത്ഥിച്ചാൽ അജാബഹും, അവർക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. വഇനിസ്തഗ്ഫറൂ, അവർ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ അഗ്ഫിർ ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഇത്ര നല്ല വിശേഷണമുള്ള ഒരു സംഘമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഒരേ വേഷവും ധരിച്ച് ഒരേ സ്ഥലത്ത് സംഗമിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ കർമ്മങ്ങൾ അവിടെ പൂർത്തിയാക്കുമ്പോൾ സഹോദരങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന കാണാം. വഅരിനാ മനാസികനാ, ഞങ്ങൾക്ക് ആരാധനയുടെ കർമ്മങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണേ. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയുടെയും പ്രാർത്ഥനയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങളൊന്ന് കാണിച്ചു തരണേ എന്ന പ്രാർത്ഥന. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ പ്രാർത്ഥനക്ക് ഫഅജാബല്ലാഹു തആല ദുആഅഹുമാ, അവരുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. ഫബഅസ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങോട്ട് നിയോഗിച്ചയച്ചു. ഫഅറാഹുമൽ മനാസിക, അങ്ങനെ ഹജ്ജിൻ്റെതായ കർമ്മങ്ങളെ അവർക്ക് രണ്ടുപേർക്കും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. 8 എവിടെ നിൽക്കണം, 9 എവിടെ നിൽക്കണം, എവിടെ ബലിയറുക്കണം, എവിടെ കല്ലെറിയണം, എവിടെ രാത്രി താമസിക്കണം, എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് വഹീന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷമാണ് ഖുർആനിലൂടെ നബി തങ്ങളോട് പറയുന്നത്, ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ നബിയെ നിങ്ങളും പിൻപറ്റുക. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 1,00,000-ലേറെ വരുന്ന ആളുകളെയും കൊണ്ട് ഇത് ജനങ്ങളെ പഠിപ്പിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് എങ്ങനെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ റുക്നുകൾ എന്താ, വാജിബാത്തുകൾ എന്താ എന്ന് പഠിപ്പിക്കണം. പ്രവാചകന്റെ ഉത്തരവാദിത്വമാണല്ലോ. സംഘത്തെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു. ആ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ നബി തങ്ങൾ അവരോട് പറയുന്നുണ്ട്, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നെ കണ്ടു പഠിക്കണം.
പ്രവാചകനെ പിൻപറ്റുന്നതിന്റെ മഹത്വം കൂടി അവിടെ പറയാണ്. ആളുകൾ പലതും ചെയ്യും, ജനങ്ങൾ പലതും കാണിക്കും. നമ്മൾ എങ്ങനെയാ ഇബാദത്ത് ചെയ്യേണ്ടത്? നബി തങ്ങൾ പഠിപ്പിച്ച പോലെയാണ്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെയാണ്. അതുകൊണ്ട് കാര്യമില്ല. പ്രവാചകൻ പഠിപ്പിച്ച ഒരു ആദാബുകൾ ഉണ്ട്, അത് പാലിക്കാൻ കഴിയണം. ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ് ഇസ്ലാമിന്റെ കൽപ്പനക്ക് നേർവിപരീതം പ്രവർത്തിച്ചാ തുടങ്ങുന്നത്. അവിടെ എത്തിയാലും പലപ്പോഴും, ഇന്നലെ ഒരു സഹോദരൻ അയച്ചു തരികയാണ്, മിനയിലെ ടെന്റുകളിൽ അവിടെ എത്തിയിട്ട് ഹജ്ജിന്റെ ഇടയിൽ ആ ടെന്റുകൾക്കകത്ത് മൗലിദിന്റെ പരിപാടി നടക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ടും മൗലിദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദീനുമായി പല വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുന്ന വരികൾ ചൊല്ലിക്കൊണ്ട് അത് വലിയ പുണ്യമാക്കി ഹാജിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മനുഷ്യർ എത്ര വലിയ അതിക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന, അവിടുത്തെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന ബസ് യാത്രകളുണ്ട്, പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ആ യാത്രയിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് അവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഹാജിമാര് പറയണം, ആ ബസ്സിൽ കയറരുത്, ആ ബസ്സിൽ പോകരുത്. കാരണം അവിടെ ചെന്നാൽ പറയുന്നത് ദർഗയില്ല എന്നാണ്, മക്കാമുകൾ ഇല്ല എന്നാണ്, മാല മൗലിദുകളൊന്നും ഇല്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ആ ബസ് ഫ്രീ ആണെങ്കിലും ഒരാളും കയറിപ്പോകരുത്. ഈ അതി മനുഷ്യന്മാര് ഇന്നുമുണ്ട്. സത്യം പഠിക്കാൻ കൺകുളിർക്കെ കാണാൻ അവസരം ലഭിച്ചിട്ട് പോലും അതിനെയെല്ലാം തള്ളിമാറ്റിക്കൊണ്ട് സ്വന്തം ഇച്ഛക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും അപ്പുറത്തേക്ക് അതിനെ തള്ളിമാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാൻ, ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ വായിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിൽ തുടക്കം കുറിക്കുന്നത് ദുൽഹിജ്ജ 8-നാണ്, യൗമുത് തർവിയ. അന്ന് മിനയിലാണ്. ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ടെന്റുകളുടെ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന മിനയിലാണ് ദുൽഹിജ്ജ 8-ന്റെ കർമ്മങ്ങൾ അവർ ഒരുക്കം കൂട്ടുന്നത്. ദുൽഹിജ്ജ 10-ന് വിശേഷിപ്പിക്കുന്ന, ദുൽഹിജ്ജ 9-ന് യൗമ അറഫ, ദുൽഹിജ്ജ 10-ന് യൗമുൻ നഹർ, ഇങ്ങനെ ദിവസങ്ങൾക്ക് പേര് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ മിനയിലാണ് ദുൽഹിജ്ജ 8-നുള്ളത്. പിന്നീട് 10-നും 11-നും 12-നും 13-നും ഒക്കെ അവർ മിനയുടെ പരിസരത്താണ് ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ നമുക്ക് ഓരോ ദിവസങ്ങൾക്കും ഓരോ സ്ഥലങ്ങൾക്കും കൊടുത്തിരിക്കുന്ന പുണ്യങ്ങളും സവിശേഷതകളും. മാമിൻ യൗമിൻ അക്സർ, എന്നൊരു വെള്ളിയാഴ്ച ദിവസം, നമ്മുടെ ദുൽഹിജ്ജ 9 നമ്മുടെ അറഫയുടെ ദിനത്തിലാണ്. നോമ്പുകാരായിരിക്കും ബഹുഭാഗം വരുന്ന ആളുകൾ. സഹോദരങ്ങൾ, ഈ ദിവസത്തിനൊരു പ്രത്യേകതയാണ്. മാമിൻ യൗമിൻ അക്സറു അൻ യുഅതിഖല്ലാഹു ഫീ അബീദൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫയുടെ ദിനത്തേക്കാൾ സൃഷ്ടികളിൽ നിന്ന്, അടിമകളിൽ നിന്ന്, നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്ന വേറെ ഒരു ദിവസമില്ല. ഞാനും നിങ്ങളും ആ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ്. അവിടെ അറഫ കഴിഞ്ഞാലും നമ്മുടെ അറഫാ ദിനം ദുൽഹിജ്ജ 9 ഇന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ നിലക്കാത്ത രൂപത്തിൽ അങ്ങ് മുന്നോട്ട് പോകണം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്, എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ മിനയുടെ ചരിത്രം പഠിക്കണം നമ്മൾ. ജാഹിലിയ കാലഘട്ടത്തിൽ അവിടെ മക്കയിലുള്ള വിവിധ ഗോത്രങ്ങൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും ചില ദിവസങ്ങളിൽ. എന്നിട്ട് ആ ടെന്റുകളിൽ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് കൂടിയിട്ട് ഓരോ ഗോത്രങ്ങളും ഓരോ ഭാഗത്തിരിക്കും. എന്നിട്ട് ആ ഗോത്രക്കാര് അവരുടെ നേതാക്കന്മാരുടെ മദ്ഹ് പാടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നേതാക്കന്മാരെ പറ്റി ഇങ്ങനെ വർണ്ണിച്ച് പറയും. അപ്പോൾ തൊട്ടപ്പുറത്തെ ഗോത്രക്കാരൻ അവന്റെ നേതാവിനെ കുറിച്ച് പാടാൻ തുടങ്ങും, വർണ്ണിക്കാൻ തുടങ്ങും, പലതും പറയാൻ തുടങ്ങും. അവസാനം തമ്മിൽ തല്ലി കലഹങ്ങളാണ് അവിടെ ഉണ്ടാവാറുള്ളത്. പറഞ്ഞ് 2-3 ഗോത്രങ്ങൾ തമ്മിൽ നീണ്ടു നിൽക്കുന്ന കലഹങ്ങളും തല്ലും വഴക്കുമാണ് പിന്നെ ഉണ്ടാവാറുള്ളത്. ഇസ്ലാം വന്നിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചിട്ട് മിനയിൽ നിന്ന് പഠിപ്പിച്ചത് എന്താ? ഏത് ഗോത്രക്കാരനും ഏത് ഭാഷക്കാരനും ഏത് രാജ്യക്കാരനും ഇവിടെ ഒരു നിയമമാണ്.
അവിടെ പോരടിക്കലില്ല, തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല, അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ജാതി വ്യത്യാസങ്ങൾ, വർണ്ണ വ്യത്യാസങ്ങൾ കാണിക്കാൻ പാടില്ല. ഏത് രാജാവും അവിടെ തന്നെയാണ്, ഏത് വലിയ അതിഥിയും അവിടെ തന്നെയാണ്, മിനയിലാണ്. അങ്ങനെ അവരെ നന്മയിലേക്ക് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നബി തങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യതൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. പ്രവാചകരെ, താങ്കൾ ഇബ്രാഹിം നബിയോട് പറയാണ്, ഹജ്ജിന് വിളംബരം ചെയ്യാ. അവർ കാലിൽ നടന്നുകൊണ്ടും അവരുടെ അടുത്തുള്ള മൃഗങ്ങളുടെ പുറത്തു കയറിയും വിവിധ മുക്കുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അന്ന് പ്രഖ്യാപിച്ചതാ, അന്നത് പറഞ്ഞു. ശേഷം അവിടേക്ക് ഒഴുക്കലുണ്ടായത് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്. അവർ അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്നതിന് വേണ്ടി അവർക്ക് എണ്ണം നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളാണ് ഈ പറഞ്ഞ തഫ്സീറിൽ കാണുന്നത്. മിനയിൽ ആളുകൾ താമസിക്കുന്ന ദിവസത്തെക്കുറിച്ചാണ് ഖുർആന പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ജംറയിൽ പോയി കല്ലെറിയുന്ന രംഗം പഠിപ്പിക്കുന്നുണ്ട്. ജംറയിലെ ഹജ്ജിന് പോയി കല്ലെറിയുന്ന രംഗമല്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറബ് നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് ആദ്യഘട്ടത്തിൽ പിശാച് വന്ന് ശൈത്താന് വന്നിട്ട് പറയുന്നുണ്ട്, ഒറ്റ മോനാണ്, അതിന് എന്തിന് അറുക്കണമെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 7 കല്ലുകൾ എടുത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സ്തൂപത്തിനത് ശൈത്താനെതിരെ എറിയുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതും ശൈത്താൻ വന്ന് വീണ്ടും ഇബ്രാഹിം നബിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടുന്നാണ് അടുത്ത ഏറെറിയുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ അവസാനത്തെ ഘട്ടത്തിലും ശൈത്താൻ ഇബ്രാഹിം നബിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന്റെ ഓർമ്മകളും അതിന്റെ ചരിത്രവുമാണ് ജംറകളിലുള്ള ഓരോ കല്ലേറുകളും എന്ന് നമ്മൾ പഠിക്കുക. മസ്ജിദുൽ ഹറമിൽ നിന്ന് നമുക്ക് ഒരുപാട് ദൂരത്തേക്കായി അവിടെ പോകുമ്പോൾ മിനയുടെ പരിസരത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനേകം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മസ്ജിദുൽ ഖൈഫ് ഉണ്ട്. അവിടെ 70-ലധികം അമ്പിയാക്കന്മാർ വന്ന് നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. അത് മിനയിലാണ് ഉള്ളത്. അഖബ ഉടമ്പടി, ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന അഖബ ഉടമ്പടി നടന്നത് മിനയിൽ വെച്ചാണ്. ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് സൂറത്ത് ഇറങ്ങിയത് മിനയുടെ പരിസരത്ത് വെച്ചാണ്. മിനയിലുള്ള ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് വൽ മുർസലാത്തി ഉർഫ എന്നുള്ള സൂറത്ത് ഇറങ്ങിയത്. ആ ഗുഹനെ മുർസലാത്ത് ഗുഹ എന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അറവ് കർമ്മങ്ങളൊക്കെ നടക്കുന്നത് മിനയിൽ വെച്ചാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതൊന്നും ഞാൻ അറിയേണ്ടതല്ല, അതൊക്കെ ഹജ്ജിന് പോകുന്നവർ മാത്രം അറിയേണ്ടതാണെന്ന് നമുക്കും അതുമായി ബന്ധമുണ്ട്. ആ ജംറകളിലെ 3 ഏറുകളും കല്ലേറുകൾ, ഓരോ കല്ലെറിയുമ്പോഴും അവർ പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. തക്ബീറിന്റെ മഹത്വം അറിയാത്തവർ, ദുൽഹിജ്ജ 1 മുതൽ നമുക്ക് തക്ബീർ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര ആ സുന്നത്തിനോട് ഒരു കൂറ് കാണിച്ചിട്ടുണ്ട്. തക്ബീറുകൾ ആവർത്തിക്കുക. ഓരോ കല്ലെറിയുമ്പോഴും അവർ അല്ലാഹു അക്ബർ പറയാ. ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ വുസ്താ, ജംറത്തുൽ അഖബ 3 ജംറകളായിട്ട് അവർ കല്ലെറിയുകയാണ്. ഏകദേശം ഇന്ന് അത് 5 ഫ്ലോറുകളിലായി ഒരേ സമയത്ത് 6 ലക്ഷം പേർക്ക് വരെ എറിയാവുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാലാണ് അവർ അറഫയിലേക്ക്, ആ മിനയിൽ താമസം കഴിഞ്ഞ് അവർ അറഫയിൽ വരുന്നത് ദുൽഹിജ്ജ 9-ന്. ആ ചരിത്ര സംഭവത്തിന് ഇന്നലെ നമ്മൾ ഒട്ടനേകം ആളുകൾക്ക് ലൈവായി തന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ കഴിഞ്ഞവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അറഫയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ, നിങ്ങൾ അറഫാത്തിൽ നിന്ന് കഴിഞ്ഞു പോയാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ വീണ്ടും അല്ലാഹനെ ഓർക്കണേ. ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അറുൽ ഹറമിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹനെ ഓർക്കണം. അറഫാത്ത് കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫന്റെ ആ കുന്നിന്റെ ജബലു റഹ്മയുടെ പരിസരത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, വഖഫ്തു ഹാഹുന, ഞാനിവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് അറഫയിൽ നിൽക്കണമെന്നില്ല. വഅറഫ കുല്ലുഹാ മൗഖിഫുൻ, അറഫ എന്ന ബൗണ്ടറിക്കുള്ളിൽ എവിടെയാണെങ്കിൽ 17 കിലോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക.
അതിനുള്ളിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. 9 പ്രധാനപ്പെട്ട റോഡുകളിലായിക്കൊണ്ട് അവിടേക്ക് ആളുകൾക്ക് വന്നെത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ആ വിടവാങ്ങൽ പ്രസംഗം നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ലളിതമായ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ആ പ്രസംഗം കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ സമയമായിട്ടെന്ന സൂചന ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. അവിടുന്ന് ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കുന്നത് പരസ്പരം തമ്മിൽ തല്ലുന്നവരായി മാറരുത്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ. മനുഷ്യരുടെ അഭിമാനത്തിന്, രക്തത്തിന്, മനുഷ്യരുടെ രക്തത്തിന്, സമ്പത്തിന്, അഭിമാനത്തിന് പവിത്രതയുണ്ട്. ഈ രാജ്യത്തെ പോലെ അല്ല, അതിനേക്കാൾ ഉപരി അത്ര ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും നല്ല അഭിമാനബോധം നൽകുന്ന, പരസ്പരമുള്ള രക്തചിന്തലുകൾക്ക് വിരാമം കുറിക്കുന്ന പ്രയോഗമാണ് അവിടെ നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പഠിപ്പിച്ചത് നമ്മളൊക്കെ ഒരൊറ്റ ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കളാണെന്നുള്ള സമത്വബോധ പഠിപ്പിച്ചത്. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാം റബ്ബൊന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാം പിതാവൊന്നാണ്. അറബിയെന്നോ അനറബിയെന്നോ ഇവിടെ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമൊന്നും ഉണ്ടാവില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന സകല തിന്മകളെയും ആ പ്രസംഗത്തിൽ നബിതങ്ങൾ നിരോധിക്കുകയാണ്. പല ഹറാമുകളുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ഇനി അത് നടപ്പിലാകില്ല എന്ന് പ്രഖ്യാപിച്ചതായിരുന്നു ആ ഖുതുബ. സ്ത്രീകളോട് വളരെ മാന്യമായി, ഭാര്യമാരോട് ഏറ്റവും മനോഹരമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച വാചകങ്ങൾ അറഫയിലെ പ്രസംഗത്തിലുണ്ടായിരുന്നു നബിതങ്ങളുടെ. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായി അവസാനം ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ദഅവത്ത്. നമ്മളൊക്കെ ഏറെ പിറകിലായി നിൽക്കുന്ന, നമ്മളൊന്നും നമുക്ക് ബാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ദഅവത്ത്, ഇതെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രബോധനത്തിന് അടിത്തറവാകുന്ന വാക്കുകൾ ആ പ്രസംഗത്തിലുണ്ട്. ഒരു തവണ അതൊന്ന് വായിച്ചു നോക്കണം. നമ്മൾ ഇന്നലെ നടന്ന അറഫ പ്രഭാഷണത്തിലും സമാനമായ ഇസ്ലാമിന്റെ അടിത്തറകളെയും ഇസ്ലാമിന്റെ മാനവിക മൂല്യങ്ങളെയും ആ ഷെയ്ഖിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ കർമ്മങ്ങൾ ഓരോന്നും അവർ ചെയ്ത് മിനയിൽ നിന്ന് പിന്നീട് ആ മുസ്ദലിഫയിലേക്ക്, അവർ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് എത്തുന്ന ആ സമയവും ഹജ്ജിന്റെ കർമ്മങ്ങളുടെ പ്രധാന കർമ്മം തന്നെയാണ്. അറഫയിൽ നിന്ന് 6 കിലോമീറ്ററാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു 12 കിലോമീറ്ററാണ് മൊത്തം ആ പ്രദേശത്തിനുണ്ടാവുക. അള്ളാന്റെ ഖുർആനിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അരിൽ ഹറാം എന്നറിയപ്പെടുന്നത് മുസ്ദലിഫയെ കുറിച്ചാണ്. അവിടെയും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. അവിടെ രാത്രി താമസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അവിടുന്ന് താമസിച്ച് കാണിച്ചു കൊടുത്തു. സൂര്യോദയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചു മുസ്ദലിഫയിൽ. അത് ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം അല്ലാഹുവിൻ്റെ ഖുർആനിൽ ആ നബി തങ്ങളുടെ ഹജ്ജിന്റെ ഇടയിലാണ് പറയുന്നത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ നിങ്ങൾക്ക് ഈ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മതം പൂർണ്ണമാണ്. സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതെല്ലാം പഠിപ്പിച്ചു തന്ന് കഴിഞ്ഞിട്ടുണ്ട്. നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സകല ഹറാമുകളും തിന്മകളും നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. ഈ മതത്തിൽ ഇനി പുതുതായി ഒന്നും ചേരാനില്ല. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്കിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ നിഅമത്താണ് ഈ ദീന്. ഈ ദീന് വേണ്ടാന്ന് പറയണോന് എത്ര വലിയ വിഡ്ഢിയാണ്. മതമായി ഇസ്ലാമിനെ നാം ഇതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇസ്ലാം പൂർണ്ണമായ സമ്പൂർണമായ മതമാണ്. ആർക്കും ഒന്നും ഇതിൽ കൂട്ടിക്കലർത്തേണ്ടതില്ല. ഇതിൻ്റെ നൈവികത ആരെയും ഇനി ബോധ്യപ്പെടുത്തേണ്ട വിധം നമുക്ക് ആരെയും ഇനി പഠിപ്പിക്കേണ്ടതുണ്ടോ? സുഹൃത്തുക്കളെ, ഇസ്ലാം ജ്വലിച്ചു നിൽക്കുകയാണ്. കൊല്ലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും
പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മതം നമുക്ക് അല്ലാഹു നിഅമത്താക്കി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നുവെങ്കിൽ ആ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും ആ ഈമാനികമായ ആവേശം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും സ്വർഗത്തിൻ്റെ തീരത്തേക്ക് എത്തുവാനും വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളിലും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് പാപങ്ങളെല്ലാം നമുക്ക് പുറത്ത് മാപ്പ് നൽകി നരകത്തിൻ്റെ ആഴമേറിയ ഗർത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗാവകാശികളായി എത്തിപ്പെടാൻ അല്ലാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുസ്ലിമീങ്ങളായി മുത്തഖീങ്ങളായി മുഹ്സിനീങ്ങളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ സൂചിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ. നമുക്ക് നാളെ ബലിപെരുന്നാളിൻ്റെ ദിനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുന്നത്തുകളും അതിൻ്റെ ആ മര്യാദകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴായി ഒരു ജുമാ നമസ്കാരത്തിന് വരുമ്പോൾ പോലും ഒരല്പം നേരത്തെ എത്താൻ നമുക്ക് എത്ര പേർക്ക് സാധ്യമാകുന്നുണ്ട്? കേവലം 2-3 കിലോമീറ്ററിനുള്ളിനകത്തുള്ളവർക്ക് പോലും കൃത്യമായി സമയത്ത് ജുമാന്റെ മുമ്പ് വന്നെത്താനുള്ള സ്ഥിരമായി വൈകി വരുന്ന നമ്മളെക്കുറിച്ച് ആലോചിക്കണം. പെരുന്നാൾ നമസ്കാരങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അപകടമെന്ന് പറയാം. പെരുന്നാൾ നമസ്കാരം എത്രയോ നേരത്തെ സമയം തീരുമാനിച്ച് അറിയിക്കും, എല്ലാവരെയും അറിഞ്ഞിട്ടുമുണ്ടാകും. എന്നാലും നമസ്കാരം തുടങ്ങിയും അവസാനത്തെ അത്തഹിയാത്തിലും എത്തുന്ന നമസ്കാരം കഴിഞ്ഞിട്ടും വരുന്ന എത്രയോ പേരുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ മഹത്തരമായ നന്മയെ നമ്മൾ എന്തുകൊണ്ടാണ് പലരും ഒരു അശ്രദ്ധമാക്കി നീട്ടിക്കൊണ്ടുപോകുന്നത്? സഹോദരങ്ങളെ, അതിന്റെ സുന്നത്തുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് തക്ബീറുകൾ തുടങ്ങുക. അത് അറഫയുടെ പ്രഭാതം മുതൽ തുടങ്ങിയിട്ടുണ്ട്, അതിനു മുമ്പേയുണ്ട്. അറഫയുടെ ആ ദിവസത്തിൽ ദുൽഹിജ്ജ 9 സുബ്ഹ് നമസ്കാര ശേഷം മുതൽ തന്നെ നമ്മൾ ഓരോരുത്തരും നമസ്കാര ശേഷം ദിക്ർ ചൊല്ലുന്ന പോലെ നമസ്കാര ശേഷം തക്ബീറുകൾ ചൊല്ലണം. അയ്യാമുത്ത ശരീഅത്തിന്റെ അവസാനത്തെ അസ്ർ വരെ അതുണ്ട്. ബലിപെരുന്നാളിന്റെ ദിനത്തിൽ കൂടുതലായി നമ്മൾ തക്ബീറുകൾ ചൊല്ലുക എന്നതാണ് സുന്നത്ത്. വരുന്ന വഴികളിലും അങ്ങാടിയിലും വീടുകളിലും ഇന്ന് അത്തരം ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? പള്ളിയിൽ 5 മിനിറ്റ് തക്ബീർ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ സമയം നോക്കും, ഇറങ്ങിപ്പോകും. വീടുകളിലും അങ്ങാടിയിലും വഴിയിലും കൂടുന്നിടത്തൊക്കെ ഒരുമിച്ചിരുന്ന് തക്ബീർ ചൊല്ലുന്ന ഒരു പഴയ കാലമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സൗകര്യങ്ങളും കുറച്ച് മേലാപ്പൊക്കങ്ങ് കൂടിയപ്പോ നമുക്ക് പരസ്പരം ഒരു തിരക്കും ഒരു സമയമില്ലായ്മയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദിയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. തക്ബീറുകൾ ഉണ്ടാവുക. പുരുഷന്മാര് സുഗന്ധം ഉപയോഗിക്കുക, അതുപോലെ തന്നെ സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും എല്ലാവരും ജനാപത്തുകാർ കുളിക്കുന്ന പോലെ ഏറ്റവും മനോഹരമായി കുളിച്ചു വൃത്തിയാവുക. കൃത്യമായി നമസ്കാരത്തിൽ പങ്കെടുക്കുക. നമ്മുടെ നമസ്കാര സമയം 7 മണിയാണ് ഇൻഷാ അല്ലാഹ്. പൊതുവിൽ മഴയുടെ കാലാവസ്ഥയാണ്. നാളെ മഴയുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ മഴയെ പരിഗണിച്ചുകൊണ്ട് തന്നെ ബലിപെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നേരത്തെ എല്ലാവരും എത്തുക. ആരെയും കാത്തുനിന്ന് 7:15 വരെ കാത്തു നിൽക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. നമുക്കത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. 7 മണിക്കാണ് നമ്മുടെ നമസ്കാര സമയം. അതിന് മുമ്പേ തന്നെ വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് തക്ബീർ ചൊല്ലി പെരുന്നാളിന്റെ ഒരു ഭക്തിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെന്ന വമുഖാലഫത്തി ത്വരീഖ് ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് കൂടുതൽ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ. വരുന്ന വഴിയും പോകുന്ന വഴിയും ഒന്ന് വ്യത്യാസത്തിലാക്കാൻ ശ്രമിക്കുക.
നമ്മുടെ വീട്ടിലേക്ക് 2 വഴി ഉണ്ടെങ്കിൽ 2 വഴിയിലൂടെ വരവും പോക്കുമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. വല്ലക്കിലു മിനൽ ഉദ്ഹിയ, സാധ്യമാകുമെങ്കിൽ ബലിപെരുന്നാളിന്റെ നമസ്കാരം കഴിഞ്ഞ് ഉദ്ഹിയത്തിന്റെ മാംസമെടുത്ത് ഭക്ഷണം കഴിക്കൽ സുന്നത്തുകളുടെ കൂട്ടത്തിലുള്ളതാണ്. ഉദ്ഹിയത്തിന്റെ മാംസം കഴിക്കാൻ അല്ലെങ്കിൽ അതിന് പറ്റാതെയാകുന്ന ആളുകൾക്ക് രാവിലെ പ്രഭാതത്തിൽ അല്പം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് സുന്നത്ത് നഷ്ടപ്പെടുകയില്ല എന്നർത്ഥം. അത്തഹ്നിഅ ബിൽ ഈദ്, ഈദിന്റെ ആശംസകൾ കൈമാറുക. ഈദിന് പെരുന്നാളാണ് എന്നുള്ള നിലക്ക് തന്നെ അതിൻ്റെ ആശംസകൾ, അതിൻ്റെ നന്മകൾ പരസ്പരം പങ്കുവെക്കുകയും അതിൻ്റെ സൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശങ്ങൾ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അടക്കമുള്ള പ്രാർത്ഥനകൾ തൻ്റെ സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ചും ഒരുപാട് കാലമായി കണക്ഷൻ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തലുമൊക്കെ സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ പഠിപ്പിച്ചു തന്നതാണ്. ഏറ്റവും മനോഹരമായി നാം പഠിച്ചാൽ ബലിപെരുന്നാൾ മുസ്ലിമീങ്ങൾക്കുള്ള 2 സന്തോഷ ദിവസങ്ങളിലെ സുപ്രധാനമായ സന്തോഷ ദിനങ്ങളാണ്. നോമ്പ് പോലും പാടില്ലാത്ത അയ്യാമു അഖിലിം വശുർബിൻ, 10, 11, 12, 13 ദിനങ്ങൾ തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളെന്നാണ് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പട്ടിണി കിടക്കാൻ, നോമ്പ് തോൽക്കാൻ പോലും പാടില്ലാത്ത ദിനങ്ങളായി സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആ ആഘോഷത്തിന് ശരിയായ രൂപത്തിൽ അകക്കാമ്പ് കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒട്ടനേകം സഹോദരങ്ങൾ, രോഗികൾ ആശുപത്രികളിലുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും രോഗം വളരെ വേഗത്തിൽ ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ആശുപത്രി കിടക്കയിൽ, കുടുംബമൊക്കെ അവിടെയാവുകയും പെരുന്നാളിൻ്റെ ഒരു വിഷമമൊക്കെ പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് അവരുടെ പ്രയാസങ്ങളെ, രോഗങ്ങളെ വളരെ വേഗത്തിൽ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും മാറടി മണ്ണിൽ ബർസഖിന്റെ ലോകത്ത് ഖബറിലാണ്. റബ്ബേ, അവരുടെ ഖബറുകളെ നീ വിശാലമായ സ്വർഗീയ തോപ്പുകളാക്കി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹാജിമാരായ ഞങ്ങളുടെ സഹോദരങ്ങൾ അവിടെ അതിൻ്റെ കർമ്മങ്ങളിലും തിരക്കുകളിലുമൊക്കെയായി കഴിഞ്ഞു പോവുകയാണ്. അവർക്ക് ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ വേദനിക്കുന്ന ഒട്ടനേകം മുസ്ലിമീങ്ങൾ ഇന്ത്യയിലും ലോകത്ത് വിവിധ പ്രദേശങ്ങളിലുണ്ട് റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെ, രോഗങ്ങളെ, വേദനകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ അല്ലാഹുവേ. സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. ഈമാനുള്ള മരണം നൽകണമേ അല്ലാഹുവേ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ മറ്റു ഉദ്ഹിയ, മറ്റു ഏതേത് കർമ്മങ്ങളും റബ്ബേ നിൻ്റെ മഹത്തരമായ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم ربنا آمنا فاكتبنا مع الشاهدين. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا صيامنا وقيامنا وتلاوة القرآننا يا رب العالمين. وصلى الله على نبينا محمد والحمد لله رب العالمين.